ഹലോ, അപ്പോൾ നമുക്കിന്നൊരു രാത്രി വിശേഷം കണ്ടാലോ? ഒരു ചെറിയ നൈറ്റ് വ്ളോഗാണ് കേട്ടോ. ഇതിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ആണ്. എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, മലപ്പുറത്തുള്ള തനുബീബിനൊക്കെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് മുമ്പ് കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ അവരെല്ലാവരും കൂട്ടിയിട്ട് ഒന്ന് രാത്രി ഇവിടെ അടുത്തുള്ളൊരു പ്ലേസ് ഉണ്ട്, തൊക്കോട്ടിൽ സ്ട്രീറ്റ് വാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോവാണ്. കാര്യമായിട്ടൊന്നുമില്ല, കുട്ടികൾ കുറച്ച് നേരം കളിക്കാൻ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 ആയി നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ. രാത്രിയാണ് സഡൻ ഒരു പ്ലാൻ ആക്കിയതാണ് പോകാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി, സമയമായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നല്ല അടിപൊളി ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്, ലോഫ്റ്റ് ക്ലോത്തിങ്, അറിയായിരിക്കും കുറച്ച് ആൾക്കാർ, ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ഫേമസാണ്. പക്ഷേ അത് ക്ലോസ് ആയിരുന്നു. അവിടുത്തെ കളക്ഷനും കൂടി നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, പക്ഷേ അത് ക്ലോസ് ആയിരുന്നു. പിന്നെ കളി കണ്ടാൽ അറിയാലോ, അവിടെ ഒരു ബ്രേക്ക് ഇടും ബോയ്സ് എന്നല്ല, കുറച്ച് ഗേൾസിനുണ്ട്. പക്ഷെ എനിക്ക് ക്രിക്കറ്റിനോട് അത്ര താല്പര്യമില്ല. നമ്മൾ അവിടെ ഇപ്പോൾ പോയാലും മെയിൻ സാധനം കുലിക്കാണ് കേട്ടോ. ഈ ഒരു കുലിക്ക് ഭയങ്കര ടേസ്റ്റാണ്. കുലിക്കിപ്പോൾ എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. എനിക്ക് മിൽക്ക് ഷേക്സൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവമാണ്. ഞാനിങ്ങനത്തെ റോ ആയിട്ട് അടിക്കണ, ലൈക്ക് മാംഗോ കുലുക്കി, പൈനാപ്പിൾ കുലുക്കി, അങ്ങനത്തെയാണ് കഴിക്കാൻ മോസ്റ്റ്ലി എവിടെ പോയാലും കുടിക്കാറ്. അങ്ങനെ അവിടുന്ന് കുലുക്കി മേടിച്ചിട്ട് പിന്നെ ആസ് യൂഷ്വൽ പാനിപൂരിൻ്റെ കണ്ടാൽ ആരായാലും ഒന്ന് നിന്നു. അതല്ല, ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. ഒരു സ്പെഷ്യൽ എന്തോ നല്ല അടിപൊളി പാനിപൂരി, മസാലപ്പൂരി അങ്ങനത്തെ ഒക്കെ കിട്ടും. നമ്മളൊരു സേവ് പൂരി മേടിച്ച്, ഒരു മസാലപ്പൂരി മേടിച്ച് രാത്രി ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല, ലൈറ്റായിട്ടൊന്ന് ചാറ്റ്സ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ റാഷിച്ചാക്കി ഈ സംഭവത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്പൂൺ കഴിക്കും. മസാലപ്പൂരി ആണെങ്കിൽ ഒരു സ്പൂണേ കഴിക്കുള്ളൂ, ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിക്കില്ല, അങ്ങനത്തെ ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ കുട്ടികളൊക്കെ വന്ന പാടെ തന്നെ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആ ഷോപ്പിൻ്റെ സൈഡിൽ പോലും വന്നിട്ടില്ല. ഇവർ ഡയറക്റ്റ്ലി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. ഇതിപ്പോൾ അവിടെ ഇരുന്ന് നല്ല കളിയാണ്. ഒരു 3 ആളുണ്ട്. എൻ്റെ കസിൻ്റെ കുട്ടിയും കൂടിയുണ്ട്, ഇൻഷ, തന്ന, പിന്നെ എൻ്റെ കസിൻ്റെ കുട്ടിയും കൂടിയുണ്ട്. അവിടെ ആളൊന്നും കാണാത്തത് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും രാവിലെയൊക്കെ പോയാൽ. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് ക്ലോസ് ആക്കി പോയി. നമ്മൾ പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് നേരം ഓരക്കളി, പിന്നെ അറിയാലോ, കുട്ടികൾ പാർക്കിൽ കയറിയാൽ പിന്നെ ഒന്നും കൊണ്ട് അവർ കേൾക്കില്ല. ലൈക്ക് നമ്മൾ എത്ര വിളിച്ചാലും, പിന്നെ നമ്മൾ എന്തൊക്കെയോ ഇത് മൊത്തം ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ധനുബീബിനെ കാണാണ്ട് കുറേ ആയില്ലേ വ്ളോഗിൽ. ഇവർ ഇന്നലെ വന്നതാണ്, ലൈക്ക് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ തലേദിവസം വന്നതാണ്. പിന്നെ ഇവരെ കളി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ കയറാമെന്ന് അങ്ങനത്തെ പ്ലാനായിരുന്നു. അവിടെ മുമ്പൊക്കെ കുറേ കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇപ്പം എന്തോ അങ്ങത്ര ഒരിതില്ല. പക്ഷേ ഇവർക്ക് പിന്നെ എന്ത് കിട്ടിയാലും മതിയല്ലോ. എൻ്റെ ഇൻഷാക്കാണെങ്കിൽ 2 ഊഞ്ഞാൽ കിട്ടിയാൽ തന്നെ നമ്മളെ ഹാപ്പിയാണ്. അങ്ങനത്തെ അവസ്ഥ. ഇപ്പം സ്കൂള് ലീവായതുകൊണ്ട് ഒരു പൊടിക്കടങ്ങണില്ല വീട്ടിൽ, ഭയങ്കര ഇതാ. അവിടുന്ന് അൽഫാം, പൊറോട്ട, പിന്നെ നൂഡിൽസ് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് 12 അങ്ങനെ എന്തോ 12 മണി അങ്ങനെ എന്തോ ആയി ടൈം. വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ രാത്രിയല്ലേ. അങ്ങനെ ഒരു കുട്ടി വ്ളോഗാണിത്. വീണ്ടും വേറെ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.